ദീനപ്പെടുത്താൻ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയായിട്ട് പാട്ട് നമുക്ക് ആസ്വദിക്കാം. Praise the Lord. Praise the Lord. നിത്യ നിത്യ നിത്യകാലമാ ക്രിസ്തുവിൻ കാന്തയായി ഞാൻ തേജസ്സിൽ തൻ കൂടെ വാഴുമേ, തേജസ്സിൽ തൻ കൂടെ വാഴുമേ. വിശ്വാസനായകൻ യേശുവെ നോക്കി ഞാൻ, വിശ്വാസനായകൻ യേശുവെ നോക്കി ഞാൻ. വിട്ടിടും ഭാരമെല്ലാം മുറുകെ പറ്റം പാപവും, വിട്ടിടും ഭാരമെല്ലാം മുറുകെ പറ്റം പാപവും. ഓടിടും നാക്കിലേക്കു ഭാഗ്യമാം വിരോധിനായി, ഓടിടും നാക്കിലേക്കു ഭാഗ്യമാം വിരോധിനായി. നിത്യ നിത്യ നിത്യകാലമാ ക്രിസ്തുവിൻ കാന്തയായി ഞാൻ തേജസ്സിൽ തൻ കൂടെ വാഴുമേ, തേജസ്സിൽ തൻ കൂടെ വാഴുമേ. ലോകത്തിൽ അന്യനായി പരദേശിയായി ഞാൻ, ലോകത്തിൽ അന്യനായി പരദേശിയായി ഞാൻ. ലോകത്തിന്റെ ക്ഷേമത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്നയിൽ, ലോകത്തിന്റെ ക്ഷേമത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്നയിൽ. വലിയ ധനമെന്നിടുന്നു മഹിമയിൽ പ്രത്യാശയാ, വലിയ ധനമെന്നിടുന്നു മഹിമയിൽ പ്രത്യാശയാ. നിത്യ നിത്യ നിത്യകാലമാ ക്രിസ്തുവിൻ കാന്തയായി ഞാൻ തേജസ്സിൽ തൻ കൂടെ വാഴുമേ, തേജസ്സിൽ തൻ കൂടെ വാഴുമേ. ഈ ലോകലാഭങ്ങൾ ഛേദമെന്നെണ്ണി ഞാൻ, ഈ ലോകലാഭങ്ങൾ ഛേദമെന്നെണ്ണി ഞാൻ. ക്രിസ്തുവിനെ നേടുവാൻ തൻ കഷ്ടത്തിൽ കൂട്ടാളിയായി, ക്രിസ്തുവിനെ നേടുവാൻ തൻ കഷ്ടത്തിൽ കൂട്ടാളിയായി. പ്രാപിപ്പാൻ പുനരുത്ഥാന മഹിമ നിത്യവാഴ്ചയ്ക്കായി, പ്രാപിപ്പാൻ പുനരുത്ഥാന മഹിമ നിത്യവാഴ്ചയ്ക്കായി. നിത്യ നിത്യ നിത്യകാലമായി ക്രിസ്തുവിൻ കാന്തയായി ഞാൻ തേജസ്സിൽ തൻ കൂടെ വാഴുമേ, തേജസ്സിൽ തൻ കൂടെ വാഴുമേ. ആകാശശക്തികൾ ഇളകി മറിയുകയാൽ, ആകാശശക്തികൾ ഇളകി മറിയുകയാൽ. നിരാശയോടെ ജാതികൾ പരിഭ്രമിച്ചുഴലുമ്പോൾ, നിരാശയോടെ ജാതികൾ പരിഭ്രമിച്ചുഴലുമ്പോൾ. പ്രത്യാശയോടെ ഒരുങ്ങിടെ ശുദ്ധ നിത്യനാളിനായി, പ്രത്യാശയോടെ ഒരുങ്ങിടേണം ശുദ്ധ നിത്യനാളിനായി. നിത്യ നിത്യ നിത്യകാലമായി ക്രിസ്തുവിൻ കാന്തയായി ഞാൻ തേജസ്സിൽ തൻ കൂടെ വാഴുമേ, തേജസ്സിൽ തൻ കൂടെ വാഴുമേ. വിശ്വാസവീരന്മാർക്ക് ലോകം യോഗ്യമോ, വിശ്വാസവീരന്മാർക്ക് ലോകം യോഗ്യമോ. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ലഭിച്ചതാം വിശ്വാസത്തിൽ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ലഭിച്ചതാം വിശ്വാസത്തിൽ. പോരാടി ജയമെടുത്ത് വിശ്വസ്തരായി നിൽക്കണം, പോരാടി ജയമെടുത്ത് വിശ്വസ്തരായി നിൽക്കണം. നിത്യ നിത്യ നിത്യകാലമായി ക്രിസ്തുവിൻ കാന്തയായി ഞാൻ തേജസ്സിൽ തൻ കൂടെ വാഴുമേ, തേജസ്സിൽ തൻ കൂടെ വാഴുമേ.
നിത്യ നിത്യ നിത്യകാലമായി ക്രിസ്തുവിൻ കാന്തയായി ഞാൻ തേജസ്സിൽ തൻ കൂടെ വാഴുമേ, തേജസ്സിൽ തൻ കൂടെ വാഴുമേ. Thank you. God bless you. Thank you for beautiful song. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം രാത്രികാലം പാടുവാൻ കർത്താവിന് വിലപ്പെട്ട ദാസിയെ ദൈവം കരങ്ങളെടുത്തോലും നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം കൊടുത്തിരിക്കുന്നു. മക്കളെ, കുടുംബമായ കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെയും സൗദി അറേബ്യയും ഗൾഫ് രാജ്യങ്ങളെല്ലാം നാം നിരന്തരം ഓർത്ത് പ്രാർത്ഥിക്കണം. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ആപത്തുള്ള ബാധവ്യാധി ഒന്നും ഉണ്ടാകാൻ മക്കളെ അവിടെ സൂക്ഷിച്ച് പരിപാലിപ്പാൻ, ദീർഘായുസ് കൊടുത്തോട്ട് ദൈവം മാനിപ്പാൻ, ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ ദൈവം മാനിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. മക്കളെ മാത്രമേ അനുഗ്രഹ വിഷയമാക്കി ദൈവം നിർത്തിയിരിക്കുന്ന മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പിന്നെയും ദൈവം മാനിക്കട്ടെ. ഇത്രത്തോളം മാനിച്ച ദൈവം ആ പാട്ടിന്റെ ഓരോ വരികളും അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പ്രിയരോട് കൂടെ മരണമില്ലാത്ത ഒരു ജീവിതം നമ്മക്കൊണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കുന്ന പ്രത്യാശയോടെ വിശുദ്ധിയോടെ. ഹല്ലേലൂയ സ്തോത്രം. ഒരുങ്ങാത്തവരെ ഓർത്ത് നമുക്ക് അരിഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നരയാതന അനുഭവിക്കുന്നിടത്തേക്ക് കടന്നു പോകാൻ ആലിയന്റെ പിതാവിന്റെ അനേക വാസസ്ഥലമുണ്ട്. ആ വാസസ്ഥലത്ത് മഹാരാജാവ് നമ്മുടെ കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്താം. ദൈവത്തിന്റെ വാഗ്ദത്തമാവുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പ്രമാണം ദൈവനെ ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തിനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് എത്ര അനുഗ്രഹിക്കപ്പെട്ട ആലോചനയാവും നാം കേൾക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനത്തിന് ഒരു വാക്യം വായിച്ച് അനേക വേദഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും പഠിപ്പിക്കുന്നതായിട്ടുള്ള എത്ര മനസ്സിലാകത്തക്ക നിലയിലാകുന്ന പൊരുൾ തിരിച്ചു വന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതിനുള്ള പിന്നെയും കഴിവും ബുദ്ധിയും ഞാനും ദീർഘായുസ് നമ്മുടെ ഭക്തന് കൊടുത്ത് അവിടുന്ന് മാനിപ്പാൻ തക്കവണ്ണം ഉച്ചവരെ ഉള്ളംകാലം വരെ ദൈവത്തിന്റെ അത്യന്ത ശക്തി അഭിഷേകപ്പെട്ട അവയങ്ങളെല്ലാം പുതുതാക്കപ്പെട്ടിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ നല്ല ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സാധിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദമൊക്കെ ആത്മാവ് നിറഞ്ഞ് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. പരിശുദ്ധ ദൈവമേ, സഖിപിതാവേ, അപ്പച്ചാ സ്തോത്രം. അവിടുത്തെ പാതപടത്തോട് കർത്താവേ ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ അപ്പച്ചാ സ്തോത്രം അടുത്ത കർത്താവേ. ഹല്ലേലൂയ. ഒരുക്കി തന്ന വലിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നല്ലൊരു കാലം അപ്പച്ചൻ്റെ കൃപ അനുഭവിപ്പാൻ അപ്പച്ചൻ സഹായിച്ചു കർത്താവേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവേ കഴിഞ്ഞ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കർത്താവേ രാവിലത്തെ ഉച്ചയ്ക്കത്തെയും പ്രാർത്ഥനയ്ക്ക് ശേഷം വൈകിട്ടും അപ്പച്ചൻ്റെ പാതപടത്തോട് എടുത്തിരുവാൻ കർത്താവ് കൃപയനായ സ്തോത്രം. ലൈനയക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അയക്കുന്ന ദേശത്ത് കർത്താവേ ഭവനങ്ങളിൽ രക്തക്കോട്ടകളിൽ പൊതിമറണമേ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കർത്താവെ കഴിഞ്ഞ നാളുകളൊക്കെയും എല്ലാവരും കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ഒരു ഏറ്റവും വാതുക്കലായിരിക്കുന്ന കർത്താവെ ദൈവനാമത്തിന് വേണ്ടി ശക്തരായി കർത്താവെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവിന്റെ വചനം വിതറുന്നതായി കർത്താവെ ഞങ്ങളെ ഓരോ കുടുംബങ്ങളെയും കർത്താവ് കരങ്ങളെടുത്ത് ഓരോ മിഷനെ കുടുംബങ്ങളാക്കി കർത്താവ് ഉപയോഗിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ പൂർണ്ണമായി സമ്പൂർണ്ണമായ അപ്പച്ചന്റെ പാദവൃത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരെ നരിക്കപ്പെടുത്തിയ സർവ്വമാന മഹത്വം പോയിച്ച എല്ലാ അപ്പച്ചനും കർത്താവെ ലോകമ്പാടും കഷ്ടാനുഭവിക്കുന്ന ഇസ്രായേലിന് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിയും സഹായിച്ചാട്ടെ. സകലം യേശുക്രിസ്തുവിന്റെ നാമത്തെ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ ഒരുമിച്ച് പകർന്നുകൊണ്ടിരിക്കുകയാവുന്നു. ഹല്ലേലൂയ. വചന കേൾവിയിൽ വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്, സ്വസ്ഥത, സമാധാനം, സന്തോഷം, എന്തെല്ലാം വാഗ്ദത്തം മഹാദൈവം ചെയ്യുന്നതെല്ലാം ഈ രാത്രി വചനങ്ങൾ നമുക്ക് അനുഭവിപ്പാൻ തക്ക ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. യഹോവയെ അരുളിച്ചേണമേ. അറിയാൻ കേൾക്കുന്നുള്ള പ്രാർത്ഥന നമുക്ക് കേൾപ്പാൻ യഹോവയുടെ വചനം, അനുസരിപ്പാൻ യഹോവയുടെ വചനം. സ്തോത്രം. ഭക്ഷിപ്പാൻ ദൈവത്തിന്റെ വചനം. സ്തോത്രം, സ്തോത്രം. കർത്താവിന് വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസ് പാസ്റ്ററെ ഹല്ലേലൂയ സ്നേഹത്തോടും ആദരവോടും കൂടെ ഉക്കലമ്മ പകലിലേക്ക് ക്ഷണിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. കർത്താവിന്റെ പാദപീഠത്തിൽ തിരുവചന പഠനത്തിനായിട്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ട ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് സന്ധ്യയിലെ നമ്മുടെ പഠനത്തിനായി
നഹൂം പ്രവചന പുസ്തകം 1-ാം അധ്യായം നമുക്ക് വായിക്കണം. നഹൂമിന്റെ പ്രവചനം 1-ാം അധ്യായം വായിക്കണം. 15 വാക്യങ്ങൾ. നിനവയെക്കുറിച്ചുള്ള പ്രവാചകം നിനവയെക്കുറിച്ചുള്ള പ്രവാചകം എൽക്കോശ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം. ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ. അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്. മേഘം അവന്റെ കാൽ കീഴെ പൊടിയാകുന്നു. അവൻ സമുദ്രത്തെ ഭർഷിച്ച് വറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു. ബാശാനും കർമ്മേലും വരളുന്നു. ലെബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു. അവന്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു. അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. മഹീതലവും അതിലെ സകല നിവാസികളും തന്നെ. അവന്റെ ക്രോധത്തിന് മുൻപിൽ ആര് നിൽക്കും? അവന്റെ ഉഗ്രകോപത്തിങ്കൽ ആര് നിവർന്നു നിൽക്കും? അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു. പാറകൾ അവനാൽ പിളർന്നു പോകുന്നു. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്നൊരു പ്രവാഹം കൊണ്ട് അവൻ തന്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും. തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടരുന്നു. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത്? അവൻ മുടിവ് വരുത്തും. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. അവർ കൂടി പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീക്ക് ഇരയായിത്തീരും. യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസ്സാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ പൂർണ്ണ ശക്തന്മാരും ഔവണ്ണം തന്നെ അനേകരുമായിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ നിന്നെ താഴ്ത്തി എങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവന്റെ നുകം നിന്റെ മേൽ നിന്നെ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. എന്നാൽ യഹോവ നിന്നെക്കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. കൊത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും. നീ നിസാരനായിരിക്കുകയാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കും എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇതാ പർവ്വതങ്ങളിന്മേൽ സുവാർത്താദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ. യഹൂദയെ, നിന്റെ ഉത്സവങ്ങളെ ആചരിക്കുക, നിന്റെ നേർച്ചകളെ കഴിക്കുക. നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല. അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വീണ്ടും അവിടുത്തെ കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് വചനം ഐശ്വര്യമായി നൽകണമേ. അതിനായി ഏഴിയെയും അവിടുത്തെ ജനത്തെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. തിരുനാമം മഹത്വമാക്കി വചന ശുശ്രൂഷ തീർക്കണമേ. ദുഷ്ടശക്തികളെ ഭത്സിക്കണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില 3-4 ദിവസങ്ങളായി ഞാൻ മെയിൻ ന്യൂസിൽ കൂടെയും എല്ലാ ന്യൂസ് പേപ്പറിൽ കൂടെയും അതുപോലെ വാട്സാപ്പിൽ കൂടെയും കമ്പ്യൂട്ടറിന്റെ വിവിധ വശങ്ങളിൽ കൂടെയൊക്കെയും കേട്ടുകൊണ്ടിരിക്കുന്നത്
ഇസ്രയേലിൽ നടക്കുന്നതായ ഇപ്പോഴത്തെ യുദ്ധത്തെ പറ്റിയാകുന്നുവല്ലോ. ഇവയൊക്കെയും ഒരു അന്ത്യകാലത്തിന്റെ ലക്ഷണമായി നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. ലോക നേതാക്കന്മാരെല്ലാം ഇസ്രയേലിലേക്ക് ദൃഷ്ടി വെച്ച് എങ്ങനെയായിരിക്കും ഇതിന്റെ പോക്ക് എന്ന് ചിന്തിക്കുകയാണ്. പലരും ഇത് പ്രാവചനികമായി ഇങ്ങനെയാണ് എന്ന് പറയുന്നു എങ്കിൽ തന്നെയും വ്യക്തമായും കൃത്യമായും ദൈവവചനത്തിൽ നിന്ന് ഇന്നതാണ് എന്ന് എടുത്തു പറയത്തക്കവണ്ണം പ്രത്യേക വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. സെഫന്യാവിന്റെ പ്രവചനത്തില് നമുക്ക് അസ്കലോന്റെയും മറ്റുമുള്ളതായ തകർച്ചയെ, ഗാസായുടെ തകർച്ചയെ പറ്റിയൊക്കെ ഫെലിസ്ത്യരുടെ ദേശമായിട്ടാണല്ലോ നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നതൊക്കെയും പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അത് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിലാകണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഇരുന്നാൽ തന്നെയും ഇത് വേറൊരു അന്തരീക്ഷത്തിലേക്ക് മാറുവാൻ അധികം സമയം വേണ്ടാതാൻ. ആകയാൽ നാം കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞതുപോലെ സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചും നമ്മുടെ കർത്താവിന്റെ വരവിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ട ദിവസങ്ങളാണ്. യുക്രൈനിലെ യുദ്ധത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 500,000 ആൾക്കാരെങ്കിലും മരിച്ചുപോയി കാണും. 2 രാജ്യത്തിൽ കൂടെയും, റഷ്യയിലും യുക്രൈനിൽ കൂടെയും. അതുപോലെ എല്ലാ നമ്പരും ഒന്നും നമുക്ക് 300 ഒക്കെ പറയുന്നു, എന്നാൽ അതിലൊക്കെ ഇരട്ടി കാണുമെന്നാണ് യഥാർത്ഥ നമ്പർ പറയുന്നത്. അതുപോലെ ആൾക്കാർ പട്ടുപോയിരിക്കുകയാണ്. ശവങ്ങളൊക്കെ തെരുക്കളിലും മറ്റുമൊക്കെയും വന്യമൃഗങ്ങളും ഒക്കെ തിന്നിരിക്കുകയാണ്. അതൊക്കെയും പെറുക്കിയെടുത്തൊന്ന് കുഴിച്ചിടുവാൻ പോലും ആളുകളില്ലാത്ത അവസരമാണ് യുക്രൈനിൽ റഷ്യ യുദ്ധത്തില് നടക്കുന്നത് എന്ന് നാം അറിയണം. ആ സന്ദർഭത്തിലാണ് പ്രത്യേകം ഇസ്രയേലിലേക്ക് ഹമാസ് കടന്നു വരികയും ഗാസയിൽ കൂടെ കടന്നു വന്ന് അവർ ചെയ്യുന്നതായ ദുഷ്ടപ്രവർത്തനങ്ങൾ മുഖാന്തരം ഇപ്പോൾ ഏതാണ്ട് 10,000-3000 ആൾക്കാരോളം മരിച്ചുപോയി കാണും എന്നാണ് യഥാർത്ഥ കണക്ക്. ആർക്കും അറിയത്തില്ല. ഇസ്രയേലിൽ തന്നെ പാലസ്തീനിയൻസ് കൊന്നത് 1000-ൽ കൂടുതൽ, 1088 എന്നൊക്കെയും പറയുന്നു. അതിൽ കൂടുതൽ കാണാനാണ് ചാൻസ്. അതുപോലെ തന്നെ ഏതാണ്ട് 1000 ചിലുവാനം ആൾക്കാർ അവിടെ പാലസ്തീനിലും മരിച്ചുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ നമ്പറുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊലയും കൊലവിളിയും നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. കാലിഫോർണിയ മുതൽ ന്യൂയോർക്ക് വരെയുള്ള ജൂയിഷ് സിനഗോഗുകളിലൊക്കെയും പ്രത്യേകം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതായ ഇസ്ലാമിക് തീവ്രവാദികളുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായ വ്യക്തികളുടെയും ആയിട്ടുള്ളതായ ജാതിയും അതുപോലെയുള്ളതായ അവരുടേതായിട്ടുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് എന്തേലും സംഭവിക്കുമോ എന്നുള്ള ഭീതി അമേരിക്കയിൽ എല്ലായിടത്തുമുണ്ട്. യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ. ഇങ്ങനെ സമാധാനം എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നാം ആയിരിക്കുകയാണ്. ഈ യുദ്ധം എങ്ങനെയായിത്തീരുമെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതായ ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഇറാന്, UAE, അതുപോലെ തന്നെ ഖത്തർ, ഇവരെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പരസ്യമായി അവർ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി മുസ്ലിം രാജ്യങ്ങളും ഒക്കെ സെമിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരോടുകൂടെ ലെബാനോൻ കൂടുന്നതായ വലിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെബാനോന്റെ പ്രസിഡന്റ് പുടിനെ കാണുവാൻ തക്കവണ്ണം റഷ്യയിലേക്ക് പോകുവാൻ തീരുമാനിച്ച വിവരം മലയാള മനോരമയിൽ ഇന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അതിൻ്റെതായിട്ടുള്ള ഇൻവിറ്റേഷനും കാര്യങ്ങളുമെല്ലാം
നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നടക്കുന്നതായ ഈ യുദ്ധത്തിന്റെ ടേൺ അറൗണ്ട് എന്തായി മാറും. യെഹെസ്കേൽ 38-39 പറയുന്ന 2 ചേരികൾ തമ്മിൽ ഉള്ള യുദ്ധമാകുമോ എന്നൊക്കെയും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. 24 അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ ഒക്കെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അൺസർട്ടനിറ്റി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്റെ ജീവിതത്തിൽ 1973 കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു വലിയ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹോളോകോസ്റ്റ് ജർമ്മനിയിൽ നടന്നതിന് ശേഷം ഇതുപോലെ ഒന്നിച്ച് യഹൂദന്മാരെ കൊല്ലുന്നതും കിഡ്നാപ്പ് ചെയ്ത് അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നതുമായ കാര്യങ്ങൾ വളരെ ശോചനീയമായിട്ട് ഇപ്പോഴാണ് രണ്ടാമതായിട്ട് നടക്കുന്നത്. ശവങ്ങൾ പോലും, യഹൂദന്മാരുടെ ശവങ്ങളെ പോലും മൃഗീയമായി വീണ്ടും ഉപദ്രവിക്കുകയും മലമൂത്ര വിസർജനം ശവങ്ങളിൽ ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അധമമായ പൈശാചികന്റെ ഏറ്റവും അധമമായ ഒരവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവയൊക്കെയും നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. അവിടെയും ഇവിടെയും ഒക്കെയും, അത് ഇസ്രയേലിലാണെങ്കിലും അതുപോലെ തന്നെ യുക്രൈനിലാണ് എങ്കിലും ലോകത്തിൽ നടക്കുന്ന വിവിധ യുദ്ധങ്ങൾ ഒരു വലിയ ഇസ്രയേലിനെതിരായി വരുവാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തെ കാണിക്കുകയാണ്. ഇനിയും ദൈവവചനം നാം പഠിക്കുമ്പോൾ പ്രധാനമായി ഇസ്രയേലിനെ 2 യുദ്ധങ്ങളാണ് ഫേസ് ചെയ്യേണ്ടത്. അതിലൊന്ന് യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ. ഇത് നമ്മൾ ഓക്ലഹോമ പ്രെയർ ലൈനിൽ നന്നായി പഠിച്ചതാണ്. അനേക ഒരു 4-6 മാസങ്ങൾക്ക് മുമ്പേ യെഹെസ്കേൽ പ്രവചനം പഠിച്ചപ്പോൾ യെഹെസ്കേൽ 38-39 വരുവാനുള്ള യുദ്ധത്തെ പറ്റി പഠിച്ചതാണ്. അത് നാം ഹെബ്രോൻ ചർച്ചിൽ വെച്ചും അന്ത്യകാല എസ്കറ്റോളജിയോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏതാണ്ട് 2-3 മാസത്തിന് മുമ്പേ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ അതിലേക്ക് നയിക്കുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. റഷ്യ ഹമാസിനെ സപ്പോർട്ട് ചെയ്യത്തക്കവണ്ണമാണ് UN പരസ്യമായി സംസാരിക്കുകയുണ്ടായത്. അതുകൊണ്ടൊക്കെയാണ് ബൈബിൾ വേദശാസ്ത്രവും അതിന്റെ പ്രവചന കാര്യങ്ങളും നന്നായി അറിയാവുന്നവർ അവരുടേതായിട്ടുള്ള ദൃഷ്ടി അതിലേക്ക് വെക്കുന്നത്. അതേ സന്ദർഭത്തിൽ തന്നെ തിരുവചനത്തിലെ മർമ്മങ്ങളെ വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് തെറ്റായി പഠിപ്പിക്കുന്നതായ സംഭവങ്ങളും ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പലയിടങ്ങളിൽ കാണുകയുണ്ടായി. അതുകൊണ്ട് കാണുന്നതെല്ലാം വിശ്വസിക്കുകയല്ല, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് കണ്ട് നാം അതിൻ പ്രകാരം നമ്മുടെ ദൃഷ്ടി വെക്കുകയും ഏത് സന്ദർഭത്തിലും സദാസമയം എന്നാണ് നമ്മുടെ കർത്താവ് നമ്മളോട്, ഹല്ലേലൂയ, സ്തോത്രം, ക്രൂശീകരണത്തിന് മുമ്പ് പറഞ്ഞത്. സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ഇരിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. വാച്ച്ഫുൾ, റെഡി ആൻഡ് പ്രിപ്പയർ റിവേഴ്സൽസ് ആൻഡ് പ്രേ. ഇങ്ങനെയുള്ള വാക്കുകളാണ് കർത്താവെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സദാസമയം എന്നാണ്, വല്ലപ്പോഴും എന്നുള്ളതല്ല. സദാസമയമെന്ന് കർത്താവെ എടുത്ത് പറയുന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് തന്നെയായാലും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ അത് നാം സൂക്ഷിച്ച സദാസമയം നമ്മുടെ കർത്താവിന്റെ കാഹളനാദം കേൾക്കേണ്ടതിനു വേണ്ടി ബുദ്ധിയുള്ള കന്യകമാരെ പോലെ പാത്രങ്ങളിൽ എണ്ണയുമായി കാത്തിരിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം. പാത്രം എന്ന് പറയുന്നത് നാമാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മാനപാത്രങ്ങളാണ് നാം. പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച്
ഉണർന്ന് ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരുപക്ഷെ യുക്രൈനിൽ നടക്കുന്ന യുദ്ധവും ഇപ്പോൾ ഹമാസ് ഇസ്രയേലിനെതിരായി കടന്നു വന്ന യുദ്ധവും ഇതെല്ലാം യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതിനെ കൊണ്ടുവരാൻ വളരെ സാധ്യതയുണ്ട്. ഒരു 90% സാധ്യതയുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതിലൊരു വാക്യം ഞാൻ പ്രത്യേകം പറയാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെയും കള്ളപ്രവാചകന്റെയും സാത്താന്റെയും വായിൽ നിന്ന് വരുന്ന തവള പോലെയുള്ള ദുരാത്മാക്കൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും തലയിൽ വ്യാപരിച്ച് അവരെ യുദ്ധത്തിനായി ഒരുക്കി സാത്താൻ അവരെ ഹർമഗദോൻ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന കാര്യം, അത് ഇസ്രയേലിനെതിരായിട്ട് കൊണ്ടുവരുന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും അത് ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ അഥവാ ഏറ്റവും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അവസാനമായി നടക്കേണ്ടതായ ആ യുദ്ധത്തോടുള്ള ബന്ധത്തിലാണ് നടക്കുന്നതെങ്കിൽ തന്നെയും ഒരു സത്യം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ നമ്മൾ വാസ്തവത്തിൽ ഈ ലോകത്തെ വീക്ഷിച്ചാൽ മതി. പെട്ടെന്ന് യുദ്ധവും കൊലയും കൊലപാതകവും ഒക്കെ നടത്തുവാൻ തക്കവണ്ണം മൃഗീയമായ അവസ്ഥയിൽ രാജാക്കന്മാരുടെ മേലും പ്രധാനമന്ത്രി പ്രസിഡന്റുമാരെ ഇവരുടെ മേലൊക്കെയും വ്യാപരിക്കുന്ന ദുരാത്മാക്കളുണ്ട്. ഒരു ദുരാത്മാവെ ഒരു പ്രസിഡന്റിന്റെ മേലോ ഒരു പ്രധാനമന്ത്രിയുടെ മേലോ വ്യാപരിച്ചാൽ മതി പെട്ടെന്ന് ഒരു യുദ്ധമുണ്ടാകാൻ. ആ 2ാം ലോകമഹായുദ്ധവും 1ാം ലോകമഹായുദ്ധവും ഉണ്ടാകുന്നതിന് വലിയ കാരണങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. 1ാം ലോകമഹായുദ്ധം ഒരു പ്രഭുവിനെ, ഒരു രാജാവിനെ കൊന്നു. അതിനോടുള്ള ബന്ധത്തിൽ അത് സർവ്വലോകത്തിലും 2 ചേരികളായി തീരുകയായിരുന്നു. അങ്ങനെ യുദ്ധമായിട്ടാണ് അത് അവസാനം, വർഷങ്ങളോളം നിന്ന യുദ്ധമായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. യുക്രൈനിലെ യുദ്ധം 2 മാസത്തിനകം തീർന്ന് യുക്രൈൻ മുഴുവൻ പിടിച്ചടക്കുമെന്ന് പറയുന്ന റഷ്യയുടെ വാക്കൊന്നും ഫലിച്ചില്ല. ഇപ്പോൾ ഏതാണ്ട് 600 ദിവസങ്ങളോളം അടുത്തിരിക്കുകയാണ്. 580-590 ദിവസങ്ങളായി, ഏകദേശം 2 കൊല്ലത്തോളം അടുത്തു വരികയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഒന്നുമല്ല ഈ ലോകത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതിനകത്ത് എനിക്കറിയത്തില്ല ഇപ്പോൾ ഞാൻ ഇങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന്. നഹൂമിന്റെ പ്രവചനം ഇന്ന് പറയാൻ ഒത്തില്ലെങ്കിലും തുടർമാനമായി ഞാൻ പറയട്ടെ. യെഹെസ്കേൽ 38-39 യുദ്ധമാണ് ഇനിയും നടക്കേണ്ടത്. റഷ്യയുടെ അധീനതയിൽ മുസ്ലിം രാജ്യങ്ങൾ കൂടുതലും കൂടിയിട്ട് ഇസ്രയേലിനെതിരായി വരുന്ന യുദ്ധമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ യുദ്ധത്തിൽ ഇസ്രയേലിനെ സഹായിക്കുവാനായിട്ടൊരു വലിയ ശക്തി വാ കൊണ്ട് പറയുന്നുവെങ്കിലും പോർക്കളത്തിൽ ഇറങ്ങുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ഇസ്രയേലിനെ ഈ റഷ്യയുടെ അധീനതയിൽ വരുന്ന മുസ്ലിം ശക്തി വിഴുങ്ങിക്കളയത്തക്കവണ്ണം പലസ്തീൻ നാട് മുഴുവനും ആകാശമണ്ഡലങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നത് റഷ്യയുടെ സകല യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിലെ യുദ്ധവിമാനങ്ങളും ഒക്കെയും ആകാശം നിറഞ്ഞു. മധ്യധരണിയാഴിക്കടലിലെ ബ്ലാക്ക് സീ മുതൽ അങ്ങോട്ട് ഉള്ളതായ മധ്യധരണിയാഴിക്കടലില്, ചാവ് കടലില്, റെഡ് സീയില് ഇവിടെയൊക്കെയും ശത്രുവിന്റെ സൈന്യം കപ്പലുകൾ കൊണ്ട്, യുദ്ധക്കപ്പലുകൾ കൊണ്ട് നിറച്ചു. മിഡിൽ ഈസ്റ്റ് മുഴുവനും പലസ്തീൻ നാട് മുഴുവനും അവരുടെ കരസൈന്യം വലിയ ശക്തിയോടുകൂടെ ഇറങ്ങി വന്നു. ഇസ്രയേലിന്റെ ഇന്നത്തെ ശക്തിയിൽ അവർക്കൊന്നും, ലോകത്തിലെ 4ാമത്തെ പവറാണ് ഇസ്രയേൽ, എന്നാൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ വണ്ണം അതുപോലൊരു വലിയ ശക്തിയാണ് കടന്നു വരുന്നത്. അവരെ സഹായിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ
അവർക്ക് സപ്പോർട്ടായിട്ട് ചിലരെ അമേരിക്കയും മറ്റും ചിലർ പറയുന്നുവെങ്കിൽ തന്നെയും യൂറോപ്പിലുള്ള ചില രാജ്യങ്ങളും പറയുന്നുവെങ്കിൽ തന്നെയും അവരാരും മുമ്പോട്ട് ഇറങ്ങി പോർക്കളത്തിലേക്ക് വരുന്നത് കാണുന്നില്ല. അവരുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് യഹോവയായ ദൈവം തന്നെയാണ് ഈ വരുന്ന രാജ്യത്തെ തകർത്ത് കളയുന്നത്, ശത്രുവിനെ, ഇസ്രയേലിന്റെ ശത്രുവിനെ തകർത്ത് കളയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വ്യക്തവും കൃത്യവുമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നാച്ചുറൽ കലാമിറ്റി മുഖാന്തരം ആകാശത്തു നിന്നും പെയ്യുന്നതായ 100 പൗണ്ടിൽ കൂടുതലുള്ളതായ കൽമഴ മുഖാന്തരം തീമഴ പെയ്യുന്നതിനാൽ ലൈറ്റനിങ്, അങ്ങനെയുള്ളത് ഭൂമി കുലുക്കം, മിഡിൽ ഈസ്റ്റ് മുഴുവൻ കുലുക്കും, സുനാമി, ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ വരുന്ന ശത്രു സൈന്യത്തെ മുഴുവനും അവിടെ പട്ടുപോകുന്നതാണ്. അങ്ങനെയാണ് യഹൂദന് ഒരു രക്ഷയുണ്ടാകുന്നത് ഇനിയും വരുവാൻ പോകുന്ന യുദ്ധത്തിൽ. ഇപ്പോൾ നടക്കുന്ന യുദ്ധമെന്നൊക്കെ പറയുന്നത് ആ യുദ്ധത്തിലേക്ക് നയിക്കാവുന്നതാണ്. നാം വളരെ വാച്ച്ഫുൾ ആയിരിക്കണം. അതിനി അധിക നാളില്ല. നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ അധിക നാളില്ല. അതിനുശേഷമായിരിക്കും എതിർ ക്രിസ്തു ഉയർന്നു വരുന്നത്. ആ യുദ്ധം കഴിയുന്നതോടുകൂടെ നമുക്ക് എക്സാക്റ്റ് എപ്പോഴാണ്, ഇപ്പോഴാകാം, നാളെയാകാം, എപ്പോഴാണ് കർത്താവ് തിരുസഭയെ ചേർക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് തിരുസഭ എടുക്കപ്പെടേണ്ടത് കൊണ്ട് ആ യുദ്ധത്തോടുകൂടെയോ യുദ്ധത്തിന് മുമ്പോ ഇപ്പോൾ മുതൽ അപ്പോൾ വരെ എപ്പോഴെങ്കിലും തിരുസഭയെ എടുക്കാം. ഇന്ന് രാത്രി നാം ഉറങ്ങുമ്പോൾ തിരുസഭയ്ക്ക് ഉൽപ്രാപണം ഉണ്ടാകാം. നാം നമ്മെ തന്നെ ഒരുക്കണം. അങ്ങനെ തിരുസഭയുടെ ഉൽപ്രാപണം കഴിഞ്ഞ് ഈ യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇസ്രയേലിനെ ദൈവത്തിൽ നിന്നും വലിയ ഒരു രക്ഷ ഉണ്ടായതിനു ശേഷമായിരിക്കും എതിർ ക്രിസ്തു ഉയർത്തു വരേണ്ടത്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ചിന്ത, വേദപുസ്തകത്തിലെ വാക്യമല്ല ഞാൻ പറയുന്നത്, ചുറ്റുപാടുകളുടെ അവസ്ഥ കണ്ട് എവിടെയോ എതിർ ക്രിസ്തു ജീവനോടെ കാണും. അവന്റെ കൊമ്പ്, ദുഷ്ട കൊമ്പ് ഉയർന്നു വരുന്ന ആ അവസ്ഥയിലേക്ക് താമസം വിന ഈ ലോകം മാറിക്കൊണ്ടിരിക്കും. ആ സന്ദർഭത്തിലാണ് യാക്കോബിന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത്. അത് 7 വർഷമായിരിക്കും. 7 വർഷവും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അവസാനമായിട്ട് ഇസ്രയേലിനെതിരായിട്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് ജാതികൾ സകലവും കൂടെ കടന്നു വരികയാണ് ഇസ്രയേലിനെതിരായിട്ട്. ഇന്ന് ഇസ്രയേലിന് അനുകൂലമായി പറയുന്ന ജാതികൾ പോലും, ഉദാഹരണമായി ഞാൻ പറഞ്ഞാൽ അമേരിക്കയിലെ തിരുസഭ എടുത്തു കഴിഞ്ഞാൽ ഇവരാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. യൂറോപ്പിലെ ദൈവസഭ എടുത്തു കഴിഞ്ഞാൽ ദൈവഭയമില്ലാത്തവരാണ് അവിടെ ഉള്ളത്. അവർ എതിർ ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യുമെന്നും നമുക്ക് അനുമാനിക്കുവാനുള്ളതേ ഉള്ളൂ. കിഴക്കു നിന്ന് വരുന്ന രാജാക്കന്മാരെന്ന് പറയുന്നതിനാല് ചൈന, ജപ്പാന്, ഇന്ത്യ ഇവരൊക്കെയും എതിർ ക്രിസ്തുവിനോടുകൂടെ ആ യുദ്ധത്തിൽ കൂടും. അതാണ് നമുക്ക് സെക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. സെക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ യുദ്ധത്തിൽ ഇസ്രയേൽ തോക്കും. ആദ്യവും വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇസ്രയേൽ യെരൂശലേം പിടിച്ചടക്കപ്പെടും. ഇന്ന് കാണുന്ന യഹൂദന്മാരിൽ 2/3 ഭാഗവും തകർന്നു പോകും. 1/3 ഭാഗം തീയിൽ കൂടെ ശോധന കഴിക്കപ്പെട്ട് പുറത്തു വരും. അവരായിരിക്കും മാനസാന്തരപ്പെട്ട യഹൂദന്മാർ. ബാക്കിയുള്ളവരൊക്കെയും സ്കാറ്റർ ചെയ്ത് പട്ടുപോകും. യെരൂശലേം പിടിക്കപ്പെടും. നിങ്ങൾ 14-ാം അധ്യായം സെക്കറിയ പ്രവചനം 1 മുതൽ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അവസാനമായി യെഹെസ്കേൽ 38-ഉം 39-ഉം സെക്കറിയ 14-ാം അധ്യായത്തിലെ വരുന്നത് 2 യുദ്ധമായിരിക്കും. കുറഞ്ഞ പക്ഷം അവ തമ്മിൽ 7 വർഷത്തെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. എതിർ ക്രിസ്തു ഉയർന്നു വന്നതിന് ശേഷം
തുടർമാനമായ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൊരു വ്യാഖ്യാന പഠനമല്ലാത്തതിനാൽ ജനറലായി ഞാൻ ഇപ്പോൾ ഹമാസിന്റെ അതായിട്ടുള്ള മ്ലേച്ഛകരമായ കാര്യങ്ങൾ ഇസ്രയേലിനെതിരായി കടന്നു വന്നതും ഒക്കെയും നാം കേട്ട് പസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും എന്താണ് ജനറലായി സംഭവിക്കുവാൻ പോകുന്നത് എന്ന് ഞാൻ അങ്ങ് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. നഹൂം പ്രവചനത്തോടുള്ള ബന്ധത്തിൽ ദൈവം എനിക്കൊരു ദൂത് തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നില്ല, അത് ഞാൻ അടുത്ത ആഴ്ചയിലെ പറഞ്ഞുകൊള്ളാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ ഒരു കാര്യം, എനിക്ക് 15 മിനിറ്റ് ഉണ്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ദൈവം ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ അനുവദിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നതായ പ്രത്യേക ഒരു കാര്യമുണ്ട്. അത് ഈ ഭൂമിയിലുള്ള എല്ലാവരെയും ഒന്ന് പാറ്റിയെടുക്കുന്ന കാര്യമാണ് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമതായി തിരുസഭയെ എല്ലാവരും, സഭയിലുള്ള എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ, ദൈവസ്തോത്രം. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ ഹല്ലേലൂയ സ്തോത്രം നാം ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടവരാണ്. തീയിൽ കൂടെ ശോധന ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആ അനുഭവം ഉണ്ടാകുമ്പോൾ പതിരെല്ലാം പട്ടുപോകും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു ശുദ്ധീകരണം നടന്ന് നല്ല മണികളെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പേട്ടുമണികളെ, നാമധേയ ക്രിസ്ത്യാനികളെ കൊണ്ടുപോകാനായിട്ടല്ല. വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കറയും ചുളുക്കവുമില്ലാതെ പല കാര്യങ്ങൾ പറയുന്നു. ഇവരാരും സ്വർഗരാജ്യത്തിന് അവകാശമാകെയില്ല എന്ന് പല സന്ദർഭങ്ങളിൽ ഗലാത്യ ലേഖനത്തിൽ, എഫേസ്യ ലേഖനത്തിൽ, ഫിലിപ്പിയ ലേഖനത്തിൽ, പ്രത്യേകിച്ച് എല്ലാ ലേഖനങ്ങളിലും ആര് സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെടും എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട്. അതനുസരിച്ച് നാം ഒരുങ്ങി ജീവിക്കണം. അതൊരു വലിയ ഫിൽറ്ററിംഗ് ആണ്. ഒരു ഒന്നാമത്തെ ഫിൽറ്ററിംഗ്, ആദ്യ ഫലമായി സഭ എടുക്കപ്പെടും. അതൊന്നാമത്തെ ഫിൽറ്ററിംഗ് ആണ്. രണ്ടാമത്തെ ഫിൽറ്ററിംഗ് യഹൂദനെ ഫിൽറ്റർ ചെയ്യുകയാണ്. യഹൂദനെ ഫിൽറ്റർ ചെയ്യുന്നതായ സന്ദർഭത്തിൽ 2 യഹൂദന്മാരും പതിരായി മാറ്റപ്പെട്ടു പോകും. 1 തീയിൽ കൂടെ ശോധന ചെയ്ത് പുറത്തു വരുമെന്നാ പറഞ്ഞേക്കുന്നത്. ആകയാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഇന്ന് കാണുന്ന യഹൂദന്മാരെല്ലാം യഹൂദന്മാരല്ല എന്ന് പൗലോസ് പറയുന്നത് പോലെ അവർ ജനനത്തിങ്കൽ യഹൂദന്മാരായിരിക്കും, എന്നാൽ അവരുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കണമെന്നില്ല. എന്നാൽ പൊതുവിൽ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അത് ലോകത്തിലെ അനുഗ്രഹമാണ്. കർത്താവിന്റെ നിത്യതയിൽ ചേർക്കപ്പെടണമെങ്കിൽ അത് യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും ദൈവഹിതപ്രകാരം കടന്നു വരേണം. അത് രണ്ടാമത്തെ പാറ്റാണ്. ഹല്ലേലൂയ സ്തോത്രം. മണി പുറത്തു വരികയാണ്, പതിര് കളയുകയാണ്. ആ സന്ദർഭത്തിലാണ് ജാതികളെ പാറ്റിക്കളയുന്നത് കാണുവാൻ സാധിക്കുന്നു. ജാതികളെ സഭയുടെ നമ്മളിപ്പം കണ്ടു, യെരുശലേമിന്റെ യഹൂദന്മാരുടെ കണ്ടു. മൂന്നാമതായി ജാതികളെ പാറ്റിക്കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 34 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മച്ചികാതമ്പുരാനായി ഭൂമിയിലേക്ക് വരുമ്പോൾ നെബൂഖദ്നേസർ കണ്ടതായ ആ ബിംബം, സ്വർണം, വെള്ളി, പിന്നെ താമ്രം, ഇരുമ്പ്, കളിമണ്ണ്, ഇങ്ങനെയുള്ളതായ ആ ബിംബത്തെ ഇടിച്ച് തകർത്ത് അത് ലോകരാഷ്ട്രങ്ങളാണ്. ഇതുവരെയും ലോകത്തെ ഭരിച്ച രാഷ്ട്രങ്ങളാണ്. ആ രാഷ്ട്രങ്ങളെ തകർത്ത് എങ്ങനെയാ അവിടെ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ, വേനൽക്കാലത്തെ പതിർ പോലെ, പൊടി പോലെയാക്കി എങ്ങും നിൽക്കാതെ അതിനെ പാറ്റിക്കളയുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജാതികമായി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ഇന്ന് കാണുന്ന ഈ വീമ്പൊക്കെ അടിക്കത്തില്ലേ, ക്രിസ്ത്യാനികൾ പോലും അവർക്കൊക്കെ പിന്തുണ ചെയ്തുകൊണ്ട് പോകുകയാണ്.
ഞാൻ അത് ചെയ്ത് കളയും, ഇത് ചെയ്ത് കളയും എന്നൊക്കെ പറയുന്നില്ലേ. അവരൊക്കെയും മശിഹാ തമ്പുരാന്റെ വരവെങ്കിൽ പൊടി പോലെയായി അവരെ പാറ്റിക്കളയും, പിന്നെ അവരെ കാണത്തില്ല. അത് മൂന്നാമത്തെ ജാതികളെ പാറ്റുന്നതാണ്. ഇങ്ങനെ പാറ്റിയിട്ട് ഒരു കൂട്ടം ജാതികളെ സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ജനറലായിട്ടുള്ളതായ പ്രവചന സുക്തമാണ് ഞാൻ പറയുന്നത്. ഇതാണ് സംഭവിക്കുവാൻ പോകുന്നത്. ആ ഗ്രൂപ്പിനെ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തില് വലത്തുള്ളവരും ഇടത്തുള്ളവരുമായിട്ട് വേർതിരിക്കുന്നത് 24-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. വലത്തുള്ളവരോട് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു കുടിപ്പാൻ തന്നു. യേശുക്രിസ്തുവിന്റെ ഭരണകാലത്തെ ഒരു വലിയ വ്യത്യാസമുണ്ടാകും ജാതികളുടെ ഇടയില്. ഇന്ന് യഹൂദന് ശത്രുവായിരിക്കുന്ന മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും അടുത്ത് വരുവാൻ പോകുന്ന യെഹെസ്കേൽ യുദ്ധത്തിൽ തകർന്നു പോകും. എന്നാൽ ബാക്കിയുള്ളവർ യേശുക്രിസ്തുവിന്റെ കാലത്തെ അവർ വിഗ്രഹസേവ ഇല്ലാത്തവരാകിയാൽ യേശുക്രിസ്തു വിഗ്രഹത്തെ കൊണ്ട് വെക്കുമ്പോൾ അവർ യഹൂദന് സപ്പോർട്ടായിട്ട് മാറുകയും ഒരു വലിയ മാനസാന്തരം ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ എടുക്കപ്പെടാത്ത ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കും മാനസാന്തരം ഉണ്ടാകാം. അങ്ങനെ മാനസാന്തരം ഉണ്ടാകുന്ന സമൂഹത്തെയാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും എണ്ണിക്കൂടാത്ത ഒരു സമൂഹം യേശുക്രിസ്തുവിന്റെ, അവരെ പറ്റി പ്രത്യേകം പറയുന്നു, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറയുന്നതിനാൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് നിന്നാണ് വന്നത്. മാത്രമല്ല 6-ാം അധ്യായം മുതൽ യേശുക്രിസ്തുവിന്റെ ഭരണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കാലത്തെ പാറ്റി ശോധനയിൽ കൂടെ രക്തസാക്ഷികളായി എണ്ണിക്കൂടാത്ത ഒരു വലിയ സമൂഹം ജാതികളിൽ നിന്ന് വരും. അതുപോലെ തന്നെ യഹൂദനെ ചിതറിപ്പോകുന്നതായ സന്ദർഭത്തിൽ അവനെ അപ്പവും വെള്ളവുമായി കടന്നു വന്ന് അവനെ സഹായിക്കുവാൻ തക്കവണ്ണം ഉള്ളവരെ ആണ് വലത്തുള്ളവരായിട്ട് കാണുന്നത്. ഇടത്തുള്ളവരെ എന്ന് പറയുന്നത് യഹൂദനെതിരായിട്ടുള്ളവരാണ്. അവരെ അങ്ങനെ പാറ്റി 1000 ആണ്ട് വാഴ്ചയിൽ ജാതികളിൽ നിന്നും യഹൂദനെ സഹായിച്ചതിനോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഒരു നല്ല സമൂഹം ജാതികൾ കടന്നു വരും. ഈ ജാതികളും പൂർണ്ണമായി കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തവരാണോ എന്നറിയത്തില്ല. അവർക്ക് ദൈവം മശിഹയോടുകൂടെ മശിഹൈക വാഴ്ചയിൽ വാഴുവാൻ വാഴുവാനായിട്ടല്ല, അവർക്ക് ഭൂമിയിൽ ആയിരിക്കാൻ തക്കവണ്ണം സാവകാശം ഉണ്ടാകും. ഈ 1000 വർഷത്തിൽ അവരും അവരുടെ തലമുറകളും യഥാർത്ഥമായി കർത്താവിനെ സ്വീകരിച്ച് ദൈവപാതയിൽ ജീവിക്കുന്നുവെങ്കിൽ അവർക്ക് നിത്യനിത്യതയിൽ പ്രവേശിപ്പാൻ സാധിക്കും. ഇല്ല എങ്കിൽ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ ഒരു ഫൈനൽ പാഴ്ച നടക്കും. അതാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ കർത്താവിന്റെ നിത്യതയിൽ നല്ല മണികൾ മാത്രമേ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാ, സഭ എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ക്രിസ്തീയ പേരുള്ളവരെല്ലാം സ്വർഗത്തിൽ പോകണമെന്നില്ല. ഞാൻ പഠിപ്പിക്കുന്നു നിങ്ങളെ, ഞാൻ പോകണമെന്നില്ല. നിങ്ങൾ ഒരു പക്ഷേ പോകും. പാസ്റ്റർ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ എന്നിൽ കറയും ചുളുക്കവും ഉള്ളത് കൊണ്ടായിരിക്കും ഞാൻ പോകാഞ്ഞത്. ഞാൻ നമ്മെ തന്നെ ശോധന ചെയ്യണം. ഇന്ന് അടിപിടി കൂടുന്ന പാർട്ടികൾ, അവരെ ഒന്നും ന്യായം വിധിക്കുവാൻ ഞാൻ ആരുമല്ല. എങ്കിൽ തന്നെയും ഈ ലീഡർഷിപ്പ് ഒക്കെ ദൈവം അവരെ ആക്കിയിട്ടില്ല. അത് 100% യഥാർത്ഥമായി അഭിഷേകത്തോടു കൂടെ ലീഡർഷിപ്പിൽ ഏതവനായിരുന്നാലും അവൻ ദൈവഭക്തനായിരിക്കണം. ദൈവസഭയെ യഥാർത്ഥമായി നടത്തുവാൻ തക്കവണ്ണം അഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. അവൻ അപ്പോസ്തലന്മാരെ പോലെ നിഷ്കളങ്കമായി കർത്താവിനെ സേവിക്കുന്നവരായിരിക്കണം. ഇന്ന് കാണിക്കുന്ന കള്ളത്തരവും ഇന്ന് കാണിക്കുന്ന അതും ഇതുമെല്ലാം അവർ സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. പോയാൽ നല്ലത്. ആരും നശിച്ചു പോകുവാൻ ദൈവത്തിനും ആഗ്രഹമില്ല, നമുക്കും ആഗ്രഹമില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഒരു പാറ്റ് നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. പാത്രങ്ങളിൽ എണ്ണയുമായി
ഒരുങ്ങിയിരിക്കുന്നവർക്ക്, കറയും ചുളുക്കവും ഇല്ലാത്തവർക്ക് റാപ്ചറിൽ എടുക്കാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എത്ര വർഷം ജീവിച്ചു എന്നല്ല, തിരുസഭയുടെ ഉത്പ്രാപണത്തിൽ എടുക്കത്തക്കവണ്ണം വിശുദ്ധിയോട്, ഭക്തിയോടെ, നിർമ്മലതയോടെ മാനസാന്തരമാണ് അതിനകത്ത് പ്രധാന കാര്യം. ഞാൻ ഈ ദൈവവചനം പഠിച്ച സന്ദർഭത്തിൽ ഈ നഹൂവിന്റെ പ്രവചനത്തിൽ ഞാൻ ഇന്ന് പറയാനിരുന്ന ദൂതിനകത്ത് യോനയുടെ പ്രവചനവും നഹൂം പ്രവചനവും കൂടി ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇന്ന് നടത്താനിരുന്നത്. അടുത്ത ആഴ്ചയിൽ വേറെ അതിന് തുടർമാനമായിട്ട് പറയാനായിരുന്നത്. എന്നാൽ ഇന്ന് ആ ഭാഗത്തേക്ക് പോയി പോലുമില്ല. അപ്പോൾ യോനയുടെ പ്രവചനം നിനവയുടെ നാശമാണ് നഹൂ പ്രവചനത്തിൽ, നിനവയുടെ രക്ഷയാണ് യോനയുടെ പ്രവചനത്തിൽ കാണാൻ. എന്താ കാര്യം? മാനസാന്തരമാണ്. യോന മാനസാന്തരപ്പെട്ടു, യോന യഥാസ്ഥാനപ്പെട്ടു. നിനവേക്കാർ മാനസാന്തരപ്പെട്ടു, നിനവേക്കാർ യഥാസ്ഥാനപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ആണ്ടിലൊരിക്കൽ സഭായോഗത്തിന് വരുമ്പോഴുള്ള മാനസാന്തരമല്ല, നാം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മെ സ്വയശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകരുത്. എപ്പോഴും കാൽവറി ക്രൂശിലേക്ക് അടുത്തി എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു അത്രേ. ഈ വാചകം അടിക്കുന്നവരോ, വീരപ്രവൃത്തികൾ പറയുന്നവരോ, മഹാന്മാരായിട്ട് നടിച്ചു നടക്കുന്നവരോ ഇവരാരുമല്ല ദൈവജനമേ. ഭക്തിയോടെ, വിശുദ്ധിയോടെ, കറയും ചുളുക്കവും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. നിന്നെ ആരും അറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീയും ദൈവവുമായിട്ടും നിന്റെ കുടുംബത്തിലും നീ ജോലി ചെയ്യുന്നിടത്തും നിന്റെ കൂട്ടു സഹോദരി സഹോദരന്മാരുമായിട്ടും വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കാതെ, എല്ലാ ദുഷ്ടതയും ചെയ്യാതെ, താഴ്മയോടെ ഭക്തിയോടെ ക്ഷമിച്ച കർത്താവിന്റെ ഹൃദയമുള്ളവരായി മുമ്പോട്ട് പോകയാൽ തിരുസഭ എടുക്കപ്പെടും. ഹല്ലേലൂയ. അതിനുശേഷം പിന്നെയും പാറ്റ് നടക്കുകയാണ്. യഹൂദന്റെ പാറ്റ്, ജാതികളുടെ പാറ്റ്. ഒടുവിൽ അവസാനം നിത്യതയിൽ യഥാർത്ഥ ദൈവമക്കൾ മാത്രമേ ചെന്ന് ചേരത്തുള്ളൂ. ഓരോ പാറ്റുകളെ ഇങ്ങനെ പാറ്റി 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 ദൃഢമുള്ളത് എടുക്കുകയാണ്. ആമോസ് പറയുന്നത് കർത്താവ് പാറ്റും 9-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, ഒരു മണി പോലും പുറത്തു പോകത്തില്ലെന്നാ പറയുന്നത്. അപ്പം കർത്താവ് പാറ്റിയാൽ ഒരു മണി പോലും പുറത്തു പോകത്തില്ല. യഥാർത്ഥ ദൈവവൈതലായി നാം ജീവിച്ചാൽ നാം പുറത്തു പോകത്തില്ല. അല്ലെങ്കിൽ ആരെല്ലാം നമ്മെ കുറ്റം പറഞ്ഞാലും, നമുക്ക് സൊസൈറ്റിയിൽ ഒരു സ്ഥാനമില്ലെങ്കിലും, നമുക്ക് വലിയ കസേരകൾ കിട്ടിയില്ലെങ്കിലും, നമ്മളെ പറ്റി വലിയ മഹാനെന്ന് പറഞ്ഞില്ലെങ്കിലും, ദൈവവും കൂട്ടു സഹോദരി സഹോദരങ്ങളുമായി കുറ്റമറ്റ മനസാക്ഷിയിൽ ഹൃദയംഗമായി ജീവിച്ച് ദൈവസ്നേഹം കൊണ്ട് ഹൃദയം നിറഞ്ഞ് സദാസമയം മുമ്പോട്ട് പോവുകയാണെങ്കിൽ റാപ്ചറിൽ നാം എടുക്കപ്പെടും. അതിനായിട്ട് നാം ഒരുങ്ങുക. ഇന്ന് ജനറലായിട്ട് ഇനിയും പ്രാവചനികമായി ഇന്നു മുതൽ നിത്യത വരെ നടക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് രത്ന ചുരുക്കമായി ഞാൻ പറഞ്ഞത്. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. രാത്രി കാലം നമുക്ക് ദൈവശബ്ദം കേൾപ്പാൻ ഇടയായി തീർന്നുവല്ലോ. വായിച്ച വേദഭാഗത്തേക്ക് പോകാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഭക്തനിൽ കൂടെ നമ്മോട് സംസാരിച്ച വിലപ്പെട്ട ആലോചനയുടെ മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന് വരുന്ന മുമ്പേ നടക്കേണ്ടതൊക്കെയും നടക്കും. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാ, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദാസം വായിച്ച വേദഭാഗമൊക്കെയും വലിയ വലിയ വിഷയങ്ങളാവുന്നു. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ന്യായവിധി അനവധി പ്രാവശ്യം പഴയ നിയമത്തിന്റെ ഇറക്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോഴും ദൈവത്തിന്റെ ദൈവത്തിന്റെ കോപം നമുക്ക് പല രാജ്യങ്ങളുടെ മേലും ദേശങ്ങളുടെ മേലും ഒക്കെയും ജ്വലിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം എത്ര ദീർഘക്ഷമയുള്ള ദൈവമാകുന്നുവെന്ന് ഹല്ലേലൂയ നാം ഈ രാത്രികാലം മനസ്സിലാക്കണം. നമ്മുടെ ദൈവം എത്രമാത്രം ക്ഷമിക്കുന്ന ദൈവമാണ്. 1000 തലമുറയുടെ ദയ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം.
ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാകും. ഇത് മാത്രമല്ല, നമ്മുടെ ദൈവം മഹാശക്തിയുള്ള ദൈവമാകും. നമ്മുടെ ദൈവം ശിക്ഷിക്കാതെ വിടുന്ന ദൈവമല്ല. നമ്മുടെ ദൈവത്തിന്റെ വഴി ഹല്ലേലൂയ ദൈവത്തിന്റെ വഴികളെന്ന് പറയുന്നത് ചുഴലിക്കാറ്റിന്മേലുണ്ട്. ദൈവത്തിന്റെ വഴികളെന്ന് പറയുന്നത് കൊടുങ്കാറ്റിന്മേലുണ്ട്. ഹല്ലേലൂയ. മേഘം ദൈവത്തിന്റെ കാൽ കീഴെ പൊടിയാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സമുദ്രത്തെ പൽസിക്കുന്നു, വറ്റിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഒക്കെ ശക്തിയുള്ള ദൈവമാകും നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സകല നദികളെയും വരട്ടിക്കളയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം കുന്നുകൾ കുലുങ്ങുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. കുന്നുകൾ ഉരുകിപ്പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ മഹാരാജാവ് അരുളി ചെയ്തിരിക്കുന്ന ഓരോ വാക്കുകളും അനുസരിച്ചുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ മുന്നേറുവാൻ തക്കവണ്ണം ജീവിപ്പാൻ തക്കവണ്ണം ഇവിടെയായി തീരട്ടെ. നല്ല ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നല്ല മണികളുള്ളവരായി തീരുവാൻ അതാവുന്നല്ലോ. പരിശുദ്ധാത്മാ ദൈവഭക്തൻ എത്ര അധികം ഒന്നും പറഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ സ്തോത്രം വലിയ മർമ്മങ്ങളാകുന്നു. അല്പസമയം കൊണ്ട് ഭക്തൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. പതിരും ഹല്ലേലൂയ മണിയുള്ളവർ. ഹല്ലേലൂയ നമ്മൾ മണിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ മണികൾ മാത്രം കർത്താവിന്റെ വരവിൽ ഹല്ലേലൂയ സ്തോത്രം എടുക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അതാവുന്നു. ഇവിടുത്തെ മണ്ണാങ്കട്ടെ ഒന്നും നോക്കി ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവൻ അതിനു വേണ്ടി കളയുവാനല്ല, നമുക്ക് ജീവൻ തന്ന കർത്താവിന് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കുവാൻ നാം ഒരുങ്ങിയത് കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം വരവിൽ എടുക്കപ്പെടുവാനാകും. ആ വലിയ പ്രത്യാശയോടും വിശുദ്ധിയോടും കൂടെ ജീവിപ്പാൻ സ്വർഗത്തിലേണം. പിശാചിന്റെ പിടിയിൽ നിന്ന് അവിടുത്തെ കരങ്ങൾക്ക് മാത്രമേ വിടുവിപ്പാൻ കഴിയുള്ളൂ. ഈ രാത്രികാലം നിങ്ങൾക്ക് സുഖവർഗങ്ങൾ തന്നെ അർദ്ധരാത്രി എഴുന്നേറ്റ് ഇരുമേനിയെ നന്ദിയോടെ സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയാക്കണമേ. ഹല്ലേലൂയ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കഴിഞ്ഞ ഭക്തന്മാരെ തിരുവചനത്തിൽ കാണും. ദിവസം 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്ന ഭക്തന്മാരെ കാണുന്നു. ഹല്ലേലൂയ. ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പുതിയ നിയമത്തിൽ അവിടുന്ന് അരുളി ചെയ്തിരിക്കാൻ ഇരുമേനോട് പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാനും ഒക്കെ സഹായിക്കണമേ. ഏത് സമയത്തും കാഹളം ധ്വനിക്കും. നിങ്ങൾ കാഹളം ധ്വനി കേട്ടുകൊണ്ട് എടുക്കപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആർക്കും ഒരു ദോഷവും വരാതെ യഹോവ പരിപാലിക്കണം. കുടുംബങ്ങളായ വ്യക്തികളായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ദുഷ്ടനോട് ആ സ്വത്ത് കാണാതെ കാത്തുകൊള്ളണം. ദൈവത്തിന്റെ ദൃഷ്ടി വെച്ച് അവിടുത്തെ ആലോചനയാൽ നടത്തണമേ. അവിടുന്ന് ബുദ്ധി ഉപദേശിച്ചിരുന്ന യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നു. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സകല മാനവും മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിന്റെ വിലപ്പെട്ട തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുനരുദ്ധനായ യേശുക്രിസ്തുവിന്റെ കൃപ, എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംശയവും അടുക്കൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും എല്ലാ മക്കളുടെ മേലും ഭൂലോത്സവ വിശുദ്ധന്മാരുടെ മേലും ഇതൊന്നും കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനോടും വചനം സംസാരിച്ച ദൈവദാസനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. God bless you all. See you again tomorrow morning at 5 o'clock. വന്നിടുമെന്റെ പ്രിയാതവ പൊന്മുഖം
മാലേകി